നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സർവകലാശാലകളെ വർഗീയവൽക്കരിക്കരുത്, KNM മർക്കസുദവ. സീതി സായിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന JRC ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ISRO ശാസ്ത്രജ്ഞയെ ആദരിച്ചു. പ്രകൃതി ഗ്രാമത്തിൽ പ്രകൃതി സ്നേഹികൾ നിർമ്മിച്ച ക്രിസ്മസ് കേക്കിന് സ്നേഹത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇരട്ടി മധുരം. ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2005-2006 ബാച്ചിന്റെ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം റീകണക്ട് 2K23. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ജന്മവാർഷിക ദിനത്തിന് തുടക്കമായി. വിശദമായ വാർത്തകൾ. മതേതര മൂല്യങ്ങൾ പുതുതലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട സർവകലാശാലകളുടെ തലപ്പത്ത് വർഗീയ നിലപാടുകൾ പുലർത്തുന്നവരെ പ്രതിഷ്ഠിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കാനിടവരുമെന്നും കേരളത്തിലെ വിഭിന്ന മതസമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും KNM മർക്കസുദവ. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയത്തിൽ 2024 ജനുവരി 25 മുതൽ 28 വരെ കരിപ്പൂർ വെളിച്ചം നഗറിൽ നടക്കുന്ന 10ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മാനവികതാ സന്ദേശയാത്ര ബീരാഞ്ചിറയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ മുസ്തഫ പച്ചക്കുന്നത്ത്, സോളമൻ കളരിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് K. അബു ഉമർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾക്കുള്ള വേദവെളിച്ചം സ്നേഹ സന്ദേശ ഉപഹാരം ഡോക്ടർ AK അബ്ദുൽ ഹമീദ് മദനി വിതരണം ചെയ്തു. P. സുഹൈൽ സാബിർ, MT അബ്ദുൽ ലത്തീഫ്, AKMA മജീദ്, P. നിബ്രാസ്, അമീൻ, അബ്ദുൽ കലാം ഒറ്റത്താണി, അബ്ദുൽ മജീദ് കണ്ണാടൻ, PV മുഹമ്മദ് അൻസാരി, മുഹമ്മദ് പാറയിൽ, MP യൂനുസ്, ഷബീർ മുഹമ്മദ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരുനാവായ. ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിൽ സേവന മനസ്ഥിതിയും സാഹോദര്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് SSMHS തെയ്യാലിങ്ങൽ സ്കൂളിൽ സമാപിച്ചു. ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിൽ സേവന മനസ്ഥിതിയും സാഹോദര്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച 2 ദിവസത്തെ സഹവാസ ക്യാമ്പാണ് തെയ്യാലിങ്കൽ സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഏറെ വിമുഖതയുള്ള പുതിയ തലമുറയെ സമകാലിക പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ആർജവമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു ക്യാമ്പിൽ. സഹവാസ ക്യാമ്പ് സ്കൂൾ മാനേജർ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ JRC കൗൺസിലർ ബിന്ദു V സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് മുസ്തഫ കോറാട് അധ്യക്ഷനായി. PTA വൈസ് പ്രസിഡന്റ് ജയരാജ്, ഹെഡ്മാസ്റ്റർ ചാക്കോ NC, PTA അംഗം റഫീഖ് മീനടത്തൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണികണ്ഠൻ U നന്ദി പറഞ്ഞു. 2 ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിലായി കുട്ടികൾക്ക് ക്ലാസുകൾ നടന്നു. ജീവിത വിജയവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ചൈൽഡ് ലൈൻ മലപ്പുറം കോർഡിനേറ്റർ മുഹസിൻ പരി ക്ലാസ് എടുത്തു. സൈബർ നിയമങ്ങളും ചതിക്കുഴികളും എന്ന വിഷയത്തിൽ സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. നവീൻ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. കോട്ടക്കൽ മിംസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള പരിശീലനവും ക്യാമ്പിൽ നൽകി. റിജുവും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ട് ശ്രദ്ധേയമായി. ക്യാമ്പ് ഫയറും കലാപരിപാടികളും കുട്ടികൾ ഏറെ ആസ്വദിച്ചു. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ബിന്ദു V, മണികണ്ഠൻ U, രേഖ KR, പ്രിയ P എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പ് വിജ്ഞാനപ്രദവും ആഹ്ലാദകരവുമായിരുന്നുവെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ISRO ശാസ്ത്രജ്ഞയെ ആദരിച്ചു. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി താനൂർ സ്വദേശിനിയായ ISRO ശാസ്ത്രജ്ഞ പഴയ വളപ്പിൽ സുജയെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദരിച്ചു.
ചന്ദ്രയാൻ 3 ദൗത്യത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് താനൂർ സ്വദേശിയായ സുജ. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഇവർക്കുള്ള ഉപഹാരം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരശ്ശേരി വേണുഗോപാലും സെക്രട്ടറിയും ആട്ടിരിങ്ങൽ ഉണ്ണിയും ചേർന്ന് നൽകി. യുവശക്തിയുടെ ഉപഹാരം പി സുരേഷ്, കെ രവി, എം മണികണ്ഠൻ എന്നിവർ ചേർന്ന് കൈമാറി. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സുജ സാദാ ഗവൺമെന്റ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ISRO എന്ന മഹത്തായ സ്ഥാപനത്തിൽ ജോലിയെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു എന്ന് സ്വീകരണത്തിൽ നന്ദിയായി പറഞ്ഞു. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്, ഒരുപാട് നാളത്തെ പരിശ്രമമാണ്. ഒരു ചെറിയ ജോലി മുതൽ ഫുൾ സാറ്റലൈറ്റ് അസംബ്ലി ആവുന്നവരെയും ലോഞ്ച് വെഹിക്കിൾ അസംബ്ലി ആവുന്നവരെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ വർഷക്കണക്കിനുള്ള ഒരു പ്രയത്നമാണ് സഫലമാവുന്നത് ഓരോ ലോഞ്ചും. അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ആർക്കിടെക്ട്, എല്ലാത്തിനും ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും, ഫ്രം ടെക്നീഷ്യൻസ് ടു സയന്റിസ്റ്റ്, എല്ലാവരും ഒരുപോലെ ഒരേ ഡെഡിക്കേഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. കൂടാതെ ഈ വർഷം കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പുതുതായി പ്രവേശനം ലഭിച്ച അനിക, കൃഷ്ണവേണി എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ടി അശോകൻ, CK സുന്ദരൻ എന്നിവർ സംസാരിച്ചു. വെട്ടൻ ന്യൂസ്, താനൂർ. പ്രകൃതി ഗ്രാമത്തിൽ പ്രകൃതി സ്നേഹികൾ നിർമ്മിച്ച ക്രിസ്മസ് കേക്കിന് സ്നേഹത്തിന്റെയും നിർമ്മാണത്തിലെ വൈവിധ്യത്തിന്റെയും ഇരട്ടി മധുരം. ഇവർ നിർമ്മിച്ച ക്രിസ്മസ് കേക്കിന് കൃത്രിമത്വമില്ല, ജൈവ രീതിയിലാണ് കേക്ക് നിർമ്മിച്ചത്. മുട്ടയും മൈദയും കൃത്രിമ നിറങ്ങളും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പഞ്ചസാരയും ഈ കേക്കിലില്ല. എന്നാൽ കാഴ്ചയിലും രുചിയിലും ഇത് സാധാരണ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കിന് സമാനമാണ്. ഓറഞ്ച് അവിൽ കേക്കാണ് പരിസ്ഥിതി സ്നേഹികൾ നിർമ്മിച്ചത്. അവിൽ, ശർക്കര, ഓറഞ്ച്, 2 നാളികേരം എന്നിവ ചേർത്താണ് 45 മിനിറ്റ് കൊണ്ട് ജൈവ കേക്ക് നിർമ്മിച്ച് പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഇവർ ക്രിസ്മസ് ജൈവ കേക്കുകൾ നിർമ്മിച്ചു വരുന്നു. എന്നാൽ വിൽപ്പനയില്ല. പല രുചികളിലും നിറത്തിലുമുള്ള കേക്കുകളാണ് ഇവർ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ. ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2005-2006 ബാച്ചിന്റെ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം റീകണക്ട് 2K23 എന്ന പേരിൽ ഡിസംബർ 28-ന് കാലത്ത് 10 മണിക്ക് അതിവിപുലമായ കലാപരിപാടികളോടുകൂടി ദേവദാർ ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. പരിപാടിക്ക് താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. മുഖ്യ അതിഥിയായി സിനി ആർട്ടിസ്റ്റ് കുമാർ സുനിൽ, ഡ്രാമ ആർട്ടിസ്റ്റ് RK താനൂർ എന്നിവരും സ്കൂൾ അധ്യാപിക ഹെഡ് മിസ്ട്രസ് P ബിന്ദു ടീച്ചർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ, PTA പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, പരിപാടിയുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടാവുന്നതാണ്. ഡിസംബർ 28 വ്യാഴാഴ്ച നമ്മുടെ ദേവദാസ് സ്കൂളിൽ വെച്ചിട്ട് റീകണക്ട് 2023 എന്ന പേരിൽ നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിക്കുകയാണ്. അതിന് വിശിഷ്ടാതിഥികളായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ പൂർവ്വ അധ്യാപികയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള മല്ലിക ടീച്ചറും നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് സിനി ആർട്ടിസ്റ്റായിട്ടുള്ള സുനിലും അതുപോലെ തന്നെ ഡ്രാമ ആർട്ടിസ്റ്റായിട്ടുള്ള RK താനൂരുമാണ് വരുന്നത്. പൂർവ്വ അധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരാവും. ഭാരവാഹികൾ അറിയിച്ചു. പ്രോഗ്രാം പ്രസിഡന്റ് ലിഷ PK, വൈസ് പ്രസിഡന്റ് ഷഫീഖ് താനൂർ, ട്രഷറർ വൈഭവ് മോഹനൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റസാഖ് മീനടത്തൂർ, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ, മാഗസിൻ എഡിറ്റർ നുസൈബ, എഡിറ്റോറിയൽ ബോർഡ് അംഗം രാകേഷ്, കോർ കമ്മിറ്റി മെമ്പർമാരായ ഷെരീഫ്, അരുൺ പട്ടേരിപ്പാടൻ, ഷമീബ, ജാഷിറ, രഞ്ജുഷ, മുബീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടൻ ന്യൂസ്, താനൂർ. ആര്യ സമാജത്തിന്റെ സ്ഥാപകനും സാംസ്കാരിക നവോത്ഥാന നായകനുമായ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ 200ാം വാർഷികാഘോഷങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. രാജ്യമെമ്പാടും വേദമാർഗം 2025 എന്ന പേരിൽ നടത്തുന്ന ജന്മവാർഷികം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ ആഘോഷ പരിപാടികൾ വാളമരുതൂർ ശ്രീ ദുർഗാ വിദ്യാനികേതൻ സ്കൂളിൽ ബ്രഹ്മശ്രീ MN കുബേരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ തിരൂർ ദിനേശ് അധ്യക്ഷത വഹിച്ചു. കാറൽമണ്ണ വേദഗുരുകുലത്തിന് KM രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പെരുമ്പാവൂർ ആര്യ സമാജം അധ്യക്ഷൻ KK ജയൻ ആര്യ, റിട്ടയർഡ് DYSP വടകര ഉണ്ണികൃഷ്ണൻ വൈദിക്, ചീഫ് കോർഡിനേറ്റർ VK സന്തോഷ് പ്രസംഗിച്ചു. VV സഹദേവൻ സ്വാഗതവും മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ V കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, മംഗലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.